ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കോടതി പരാമർശത്തിൽ പൊള്ളി രാജിവെച്ചവരുടെ പേരുകളിൽ തുടങ്ങാം. രാജൻ കേസിൽ ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ പരാമർശത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്നും കെ കരുണാകരൻ. ചന്ദ്രക്കൊള്ളക്കാർക്ക് മന്ത്രിയുമായി ബന്ധമെന്നത് ഗുരുതര പരാതിയാണ് എന്ന പരാമർശത്തിൽ വനമന്ത്രിയായിരുന്ന കെ പി വിശ്വനാഥൻ. സീസർ സംശയത്തിനതീതമായിരിക്കണമെന്ന ജസ്റ്റിസ് കെമാൽ പാഷയുടെ പരാമർശത്തിൽ ധനമന്ത്രി സ്ഥാനത്തുനിന്നും കെ എം മാണിയുടെ രാജി. മാണിയുടെ രാജിക്കായി സഭയിലും പുറത്തും നടന്ന സമരദൃശ്യങ്ങൾ കേരളത്തിന്റെ കണ്ണിനു മുന്നിൽ ഇന്നുമുണ്ട്. അധികം പുറകിലേക്ക് പോകേണ്ട. ഒന്നാം പിണറായി സർക്കാരിൽ നിന്നും കെ ടി ജലീലിന് രാജിവെക്കേണ്ടി വന്നത് ലോകായുക്ത പരാമർശത്തിലാണ്. എം.ആർ. അജിത് കുമാറിന് അനധികൃത സമ്പാദ്യമില്ല എന്ന റിപ്പോർട്ട് അംഗീകരിച്ച് നിയമവിരുദ്ധ നടപടിയെടുത്തു മുഖ്യമന്ത്രി എന്ന ഗുരുതര കണ്ടെത്തലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി നടത്തിയിരിക്കുന്നത്. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് മുഖ്യമന്ത്രി ഇടപെട്ടതുകൊണ്ടാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. പരാതിക്കാരനെ മൊഴിയെടുക്കുക പോലും ചെയ്തിട്ടില്ല എന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. പൂരം കലക്കലിലും ട്രാക്ടർ ഓടിച്ചതിലുമൊക്കെ അജിത് കുമാറിന് കിട്ടിയ തണൽ എവിടെ നിന്ന് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് കോടതിയിലൂടെ പുറത്തുവന്നത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യത്തോട് മുഖ്യമന്ത്രിക്ക് എന്തുണ്ട് പറയാൻ? മുഖം നഷ്ടപ്പെട്ടോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗ് പ്രതിനിധി, റിജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ, വി എസ് ജിതിൻ ദേവ് BJP പ്രതിനിധി എന്നിവരാണുള്ളത്. ആദ്യം ഞാൻ റിജി ലൂക്കോസിലേക്കാണ്. റിജി ലൂക്കോസ്, ഗുരുതരമായ പരാമർശങ്ങളാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ചു, നിയമ തത്വങ്ങൾക്ക് എതിരായ നടപടി എടുത്തു എന്നുള്ള പരാമർശം. അതുമാത്രമല്ല, ഇക്കാര്യത്തിൽ കൂടുതൽ പരാമർശം നടത്തുന്നില്ല എന്നുകൂടി കോടതി പറയുകയാണ്. ഇത്രയും ശക്തമായ വിമർശനമുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. എന്താണ് CPM മിണ്ടാത്തത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ആ റിപ്പോർട്ട് ഞാനും വായിച്ചു. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, സാക്ഷികളായി വേറെ ആരുടെയെങ്കിലും കൂടി മൊഴി ചേർക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ധൃതി പിടിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് കോടതിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. അവരുടെ സാക്ഷിമൊഴികളെല്ലാം രേഖപ്പെടുത്തി ഈ 30-ാം തീയതി വിജിലൻസിന് കോടതിക്ക് റിപ്പോർട്ട് നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ രാജി ഇന്ന് രാത്രി തന്നെ വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ രാജിവെച്ചിറങ്ങാൻ പോകുന്നൊരു ജനവിധിയല്ല കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായത്. തന്നെയുമല്ല, ആ റിപ്പോർട്ടറെ സംബന്ധിച്ചുള്ള ആ റിപ്പോർട്ടർ എന്തെങ്കിലും പഴമുണ്ടെങ്കിൽ, ഇതാദ്യമായിട്ടല്ലേ കോടതികൾ റിപ്പോർട്ടറെയൊക്കെ തള്ളുന്നതും പരാമർശങ്ങൾ നടത്തുന്നതും. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും അവിഹിതമായിട്ടുള്ള ഇടപെടലുകൾ അദ്ദേഹം വ്യക്തിപരമായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കോടതിയുടെ വിധിയിൽ അങ്ങനെ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രാജി ആവശ്യം ഉന്നയിക്കാം ധാർമ്മികമായിട്ട്. അതല്ലാത്തോടത്ത സ്ഥിതിക്ക് കേരളത്തിലെ കോൺഗ്രസ് പറയാന്ന് പറഞ്ഞാൽ വായിക്കാം. ശ്രീ റിജി ലൂക്കോസ്, അങ്ങേക്ക് അതെങ്ങനെയാണ് മനസ്സിലാകുന്നതെങ്കിൽ അങ്ങനെ അത് പറയൂ. എം.ആർ. അജിത് കുമാറിന് സ്വത്ത് സമ്പാദ്യമില്ലെന്ന റിപ്പോർട്ട് അംഗീകരിച്ച മുഖ്യമന്ത്രിയുടെ നടപടി നിയമ തത്വങ്ങൾക്ക് എതിരാണ്. എം.ആർ. അജിത് കുമാറിനെതിരെ കുറ്റം നിലനിൽക്കില്ലെന്ന് പറയാൻ മുഖ്യമന്ത്രിയുടെ അനുമതി തേടിയത് എന്തിനാണ് എന്നതിൽ വ്യക്തതയില്ല. എം.ആർ. അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കാൻ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇടപെട്ടതാണ് പ്രശ്നം. ഇക്കാര്യത്തിൽ കൂടുതൽ പരാമർശം നടത്തുന്നില്ല, അതായത് കൂടുതൽ പറയിപ്പിക്കണ്ട എന്ന് കോടതി പറയുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് അങ്ങേക്ക് ഒന്നും തോന്നിയില്ല? ഇല്ല, ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിന്റെ പിന്നിലെ നാടകങ്ങൾ എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നെയ്യാറ്റിൻകര സ്വദേശിയായ ഒരു അഭിഭാഷകൻ ഇത് വീണ്ടും അന്വേഷിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത വിജിലൻസ് കോടതി കൊടുത്ത ഒരു അപേക്ഷയുടെ ഫലമായിട്ടാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ചില പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഈ പറയുന്ന വിഷയത്തിൽ വിജിലൻസ് കൊടുത്ത എം.ആർ. അജിത് കുമാറിന് അനുകൂലമായിട്ട് കൊടുത്ത റിപ്പോർട്ടിൽ അത് സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട പി വി അൻവർ കൊണ്ടുവന്നൊരു വിഷയമാണ്. അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പോലും ആ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയ വസ്തുതകളെ തിരുത്തി പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം 1.5 കോടി രൂപ ലോൺ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഭാര്യാപിതാവ് നൽകിയ സ്ഥലത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനുമായിട്ട് സംയുക്തമായിട്ട് വീട് പണിയുക എന്ന് പറഞ്ഞാൽ ഇന്ന് സ്വാഭാവികമായിട്ട് കേരളത്തിലെ ഏതൊരു സമൂഹത്തിലും ഏതൊരു മനുഷ്യനും ഡൈജസ്റ്റ് ചെയ്യാവുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അഴിവ് നടത്തിയതായിട്ട് അതിനകത്ത് യാതൊരു രേഖയുമില്ല. ഇതാണോ അങ്ങയുടെ വാദം? ഇല്ല, ഞാൻ കോടതിയെ വിമർശിക്കാൻ ഞാൻ ആളല്ല. കോടതിയെ വിമർശിക്കുന്നത് ശരിയല്ലാതെ നല്ല മലയാളത്തിലാണല്ലോ ഈ വാചകങ്ങൾ. അങ്ങേക്ക് അതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? പദവി ദുരുപയോഗം ചെയ്തു എന്ന് കോടതി പറഞ്ഞത് അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ?
അല്ല, ഞാൻ പറഞ്ഞില്ല, അന്തിമ റിപ്പോർട്ട് 30-ാം തീയതി സമർപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതി പിന്നെ വിജിലൻസിനോട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ അന്തിമ റിപ്പോർട്ട് നൽകിയതിന് ശേഷം കോടതി എന്താണ് വിധിക്കുന്നത് അതനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതനുസരിച്ചുള്ള കാര്യങ്ങൾ പിന്നെ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി അതിന് വിശദീകരണം നൽകും. അല്ലെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞ ചർച്ച എടുക്കൂ, നിങ്ങൾ അന്ന് ആവശ്യപ്പെടൂ, അപ്പൊ അതിനുള്ള മറുപടി കിട്ടും. ആ വിജിലൻസ് റിപ്പോർട്ടിലെ അപാകതകൾ എങ്ങനെ കാണുന്നു? അതും കൂടി ഒന്ന് പറയാമോ? പരാതിക്കാരന്റെ മൊഴി പോലും എടുക്കാത്ത അന്വേഷണ റിപ്പോർട്ടിനെ അങ്ങ് എങ്ങനെ കാണുന്നു? അല്ല, ആ വിജിലൻസ് അന്വേഷണം വളരെ 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 സുതാര്യമല്ലേ? കോടതിക്ക് ബോധ്യപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നിർവചിക്കാനൊന്നും ഞാനാണല്ലോ. ഏതെങ്കിലും നിയമവിദഗ്ധൻ നിർവചിക്കട്ടെ. ശരിയാണോ തെറ്റാണോ തീരുമാനിക്കേണ്ട അന്തിമ വിധിയിലാണ്. അല്ലല്ല, രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ കോടതി വിമർശനങ്ങൾ ഉണ്ടായാൽ അങ്ങ് സാധാരണഗതിയിൽ പ്രതികരിക്കാറില്ലേ? അങ്ങനെയാണോ രീതി? അല്ല, ഞാൻ പറഞ്ഞത് സ്മൃതിക്ക് മനസ്സിലാകുന്നില്ല. വളരെ വ്യക്തമായിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞത്. കോടതിയുടെ വിധി 30-ാം തീയതി റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം കോടതി വിധി പറയും. ആ നിരീക്ഷണങ്ങളാണെന്നുള്ള ഇപ്പോൾ ഹൈക്കോടതി എന്തെല്ലാം കാര്യങ്ങൾ നിരീക്ഷിക്കാറുണ്ട്. ആ നിരീക്ഷണവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വിധികളല്ലേ പലപ്പോഴും കോടതി എന്ന് വരാറുള്ളത്. നിരീക്ഷണങ്ങൾ വാക്കാൽ പലതും പറയും. അതിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പറയാം, കോടതിയുടെ നിരീക്ഷണങ്ങൾ ഒരിക്കലും വിധിയല്ല, അത് ഒരിക്കലും നിയമത്തിന്റെ മുമ്പിൽ വിധിയായിട്ട് കണക്കാക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട് 2 തവണ. അപ്പൊ നിരീക്ഷണങ്ങൾ ഒരിക്കലും കോടതിയുടെ വിധിയല്ല. കോടതിയുടെ വിധി വരട്ടെ, 30-ാം തീയതി അന്തിമ റിപ്പോർട്ട് കൊടുക്കട്ടെ. ഇന്ത്യയുടെ സുപ്രീം കോടതി ഇതിനകം തന്നെ കോടതി തള്ളിയിരിക്കുന്നു. ഇതിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അനധികൃതമാണ്, നിയമവിരുദ്ധമാണെന്ന് കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അതിൽ വിശദീകരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് പരാമർശം കേവലം പരാമർശമായിട്ടാണോ? ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. അല്ല, വളരെ വ്യക്തമാണ്, വളരെ ട്രാൻസ്പെറന്റ് ആണ് ഈ കാര്യത്തെക്കുറിച്ച് സമീപിക്കുന്നത്. അതായത് സുപ്രീം കോടതിയുടെ വിധിയോട് നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമോ? കോടതികൾ പലതും നിരീക്ഷിക്കുമ്പോൾ പല നിരീക്ഷണങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിരീക്ഷണം അനുസരിച്ചാണ് വിധി പ്രഖ്യാപിക്കുന്നത്. മാണിയുടെ രാജിക്ക് വേണ്ടി സഭയ്ക്കകത്തും പുറത്തും അവിടെ മേശയും കസേരയൊക്കെ പിടിച്ചിട്ട് തട്ടിക്കളിച്ചത്? KM മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൽ അധാർമികത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്ന് വിഷയമുണ്ടായത്. അല്ലാണ്ട് കോടതിയിൽ വിധിയുടെ പേരിലല്ല. പിന്നെ ബഹുമാനപ്പെട്ട KM മാണി സാറിനെതിരെ അന്ന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ എന്താണ് കുഴപ്പം? എന്തായിരുന്നു അടിസ്ഥാനപരമായ കാര്യം? എന്തായിരുന്നു? അല്ല, തീർച്ചയായിട്ടും അതിന്റെ മൂല കാരണം ആരാ? ബഹുമാനപ്പെട്ട KM മാണി സാറിനെ ഈ സമൂഹത്തിൽ അഴിമതിക്കാരനാണെന്ന്, ബാർകോഴ കുംഭകോണക്കാരനാണെന്ന് പറഞ്ഞ് ചിത്രീകരിച്ച് അപമാനിച്ചാരാ? അദ്ദേഹത്തിന്റെ സഖ്യകക്ഷിയായ പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അത് സ്വാഭാവികമായിട്ട് പ്രതിപക്ഷത്തിന്റെ കടമയല്ലേ ഈ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ? നിങ്ങൾക്ക് അതൊരു തമാശയായിട്ടാണോ പറയുന്നത്? അല്ല, ഞങ്ങളങ്ങനെ കാര്യമായിട്ട് തമാശയായിട്ട് സ്മൃതിക്ക് ഉത്തരം ഞാൻ പറഞ്ഞപ്പോൾ ചെയ്യാനായിട്ട് പറ്റില്ല ചിരി നടത്തിയതാ. സമരം നടത്തിയതാരാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, KM മാണി സാർ എന്ന് പറയുന്ന ബഹുമാനായ കേരളം കണ്ട ഏറ്റവും മിടുക്കനായ വികസന നായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 52 വർഷം നിയമസഭയിൽ പ്രതിനിധീകരിച്ച KM മാണി സാറിനെ മുമ്പ് ആ വ്യക്തിത്വത്തിനെ കേരളത്തിൽ അപമാനിച്ചാരാ? ഞങ്ങളാണോ? കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി തന്നെയല്ലേ അദ്ദേഹത്തിന് പിന്നെ ബാർ കുംഭകോണക്കാരനായിട്ട് ആക്ഷേപിച്ച് അദ്ദേഹത്തിന് ആ പാർട്ടി ആ മുന്നണി തന്നെ ചവിട്ടി പുറത്താക്കിയത്? നിങ്ങളെങ്ങനെ? ഞങ്ങള് പുറകിലേക്ക് പോകാൻ തയ്യാറില്ല. ഞാൻ UDF പ്രതിനിധിയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പരാമർശങ്ങൾ അതിശക്തമാണ്. ഒന്നാമത് വിജിലൻസ് ക്ലീൻ ചിറ്റ്, MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് അങ്ങ് തള്ളിക്കളഞ്ഞു ആദ്യം കോടതി. എന്നിട്ട് അതിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ചുള്ള അതിരൂക്ഷമായ പരാമർശങ്ങൾ കോടതിയിൽ വന്നിരിക്കുകയാണ്. അനധികൃതമായി അല്ലെങ്കിൽ നിയമവിരുദ്ധമായി, ഭരണഘടനാ വിരുദ്ധമായിട്ട് മുഖ്യമന്ത്രി ഇടപെട്ടു എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. കൂടുതൽ പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിലും അപ്പുറം പറയാനുണ്ട്, തൽക്കാലം പറയുന്നില്ല എന്ന് കോടതി പറയുകയാണ്. ഇത്രയും ശക്തമായ പ്രതികരണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടും അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രതിപക്ഷത്തു നിന്നും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം വരുന്നു. അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രി രാജിവെക്കണം, പ്രസ്താവനയാണ്. മുഖ്യമന്ത്രി വകുപ്പൊഴിയണം എന്നുള്ള പ്രസ്താവനകൾ ചില നേതാക്കളിൽ നിന്ന് വരുന്നു. പക്ഷേ നിങ്ങൾക്കത്ര ബലം പോലെ നിങ്ങളുടെ പ്രതികരണത്തിന് എന്ന വിമർശനവും ഉണ്ട്. അങ്ങേക്ക് പറയാം. സ്മൃതി, നമ്മളിപ്പോൾ കേരളത്തിൽ കാണാറുള്ളൊരു എവിടെയെങ്കിലും ഒരു പാലം തകരുന്നു,
ഒരു സ്കൂൾ കെട്ടിടം തകർന്നു വീഴുന്നു. അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, പൊതുവെ ഈ ഉദ്യോഗസ്ഥന്മാരെ ബലി കൊടുത്ത് രാഷ്ട്രീയ നേതൃത്വം തടിതപ്പുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മൾ പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ കാണുന്ന ഒരു കാഴ്ച, ഒരു ഉദ്യോഗസ്ഥന് വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവശേഷിക്കുന്ന പ്രതിച്ഛായയുടെ അവസാനത്തെ തരിമ്പും നഷ്ടപ്പെട്ടാലും ആ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കും എന്ന നിലപാട് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ റിപ്പോർട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ സ്മൃതി കഴിഞ്ഞ മെയ് മാസം തന്നെ ഈ കോടതി ഈ ഷിബു പാപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലാണത് കോടതിയിലല്ല, അത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താണ് എന്ന് കോടതിയോട് ഈ ഉദ്യോഗസ്ഥൻ അന്ന് തന്നെ നമ്മൾ വാർത്തകളിൽ വായിച്ചതാണ്, കോടതി മുറിയിൽ നമ്മൾ ഉണ്ടായിട്ടില്ല, ഒരു നീരസം കോടതി പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആ റിപ്പോർട്ട് പരിച്ചു. ഇപ്പോൾ റിപ്പോർട്ടർ TV തന്നെ ഇന്ന് പുറത്തുവിട്ടല്ലോ. എന്താണോ ADGP അജിത് കുമാർ അത് പിന്നെ ഇതായി, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുൻപാകെ മൊഴിയായി കൊടുത്തിട്ടുള്ളത്, അത് തന്നെയാണ് നമ്മൾ പണ്ട് ഇംഗ്ലീഷിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുന്നത് പോലെ അവിടെ കേട്ടത് അതേ മട്ടിൽ തങ്ങളുടെ കണ്ടെത്തലുകളായി പകർത്തി എഴുതിയ റിപ്പോർട്ട് കേരള മുഖ്യമന്ത്രിയുടെ മുന്നിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ഇനി രാജിയുടെ പ്രശ്നത്തിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെ ഇന്ന് വിജിലൻസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ്, അദ്ദേഹം വിജിലൻസിൻ്റെ തലവനാണെന്നിരിക്കെ തന്നെ ഈ റിപ്പോർട്ട് പരിശോധിക്കുക. ഒരു അന്വേഷണത്തിൻ്റെ മെറിറ്റിൽ കേരള മുഖ്യമന്ത്രിക്ക് എന്നല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും ഇടപെടാൻ അധികാരമില്ല. അത് സ്വാഭാവികമായ ഒരു സംഗതിയാണ്. കേരള മുഖ്യമന്ത്രിക്ക് വിജിലൻസിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ക്രമീകരണം നടത്താം, അവരുടെ മറ്റു കാര്യങ്ങളിൽ ഇടപെടാമെന്നല്ലാതെ വിജിലൻസിന്റെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിന്റെ മെറിറ്റിലേക്ക് കടക്കാൻ കേരള മുഖ്യമന്ത്രിക്ക് അധികാരമില്ലാതിരിക്കെ, ആ അധികാരം കോടതിക്ക് മാത്രമാണ് ഉള്ളത് എന്നിരിക്കെ, ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് എന്ന് പറയുന്ന ഒരു രേഖ കേരള മുഖ്യമന്ത്രി ഒപ്പിട്ട് നിങ്ങൾ എൻ്റെ മുൻപിൽ എത്തിക്കും എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇനി ഇതിലെ രാഷ്ട്രീയ ധാർമ്മികത, നമ്മളിപ്പോൾ കെ കരുണാകരൻ്റെ കാലത്തേക്ക് ഒന്നും പോവണ്ട. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന റെജി ലൂക്കോസിനെ താങ്കൾ ആവർത്തിച്ച്, എന്ന് വെച്ചാൽ KM മാണിക്കെതിരെ കേരള ഹൈക്കോടതി നടത്തിയ പരാമർശം വിധിയുടെ ഭാഗമായിരുന്നില്ല സ്മൃതി. മാണി സാറിനെതിരെ ഒരു വിധിയും വന്നിട്ടില്ല. ആ കേസ് കേൾക്കുന്ന സന്ദർഭത്തിൽ ഒരു വാചകം എന്ന് വെച്ചാൽ രാഷ്ട്രീയ ധാർമ്മികതയെ സംബന്ധിക്കുന്ന ഒരു വാചകം പറഞ്ഞു. അത് തുടർന്ന് കണ്ട നാടകങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പം ഇവർ പറയുന്നുണ്ടല്ലോ, കേരള നിയമസഭ തെല്ലി തകർത്ത വിദ്വാൻമാർ, ഇപ്പോൾ പിണറായിയുടെ ഇടതും വലത്തും ഇരിപ്പുണ്ട്. ആ KM മാണി സാറിൻ്റെ രാജി ആവശ്യപ്പെട്ടവർ രാഷ്ട്രീയ ധാർമ്മികത എന്ന വാക്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? വളരെ കൃത്യമാണല്ലോ. ADGP അജിത് കുമാറിനെതിരെ അവിഹിത സ്വത്ത് സമ്പാദനത്തിൻ്റെ കേസുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിലെ വോട്ട് കൊള്ള നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ ചേർത്ത കള്ളവോട്ടുകൾ മാത്രമല്ലല്ലോ, അവിടെ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ അനുകൂലമായ ഒരു രാഷ്ട്രീയ പരിസരം ഒരുക്കിയ, ഒരു വൈകാരിക പശ്ചാത്തലം ഉണ്ടാക്കിയ തൃശ്ശൂറും പൂലം കലക്കലില്ലേ, ഈ മനുഷ്യൻ തൃശ്ശൂർ നഗരത്തിൽ കിടന്നുറങ്ങുന്നുണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം ഫോൺ എടുത്തില്ല. പറയുന്നത് വെറുതെക്കാരും സ്മൃതി. പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ രണ്ടാമത്തെ പാർട്ടിയുടെ ഒന്നാമത്തെ മന്ത്രിയായ K രാജനാണല്ലോ. അങ്ങനെയുള്ള ഒരാൾ, RSSകാരെ പോയി കണ്ട ഒരാൾ അവിഹിതമായി സ്വത്ത് സമ്പാദിച്ചു. ഇപ്പോൾ 2009 വാങ്ങിയൊരു ഫ്ലാറ്റ് അത് എൻ്റെ പേരിലാക്കിയില്ലല്ലോ എന്നെനിക്ക് ഓർമ്മ വന്നത് 2016 വിൽക്കാൻ എവിടെയാണെന്ന്, എപ്പോഴാണ് സ്മൃതി നമുക്ക് എവിടേക്കാണ് സ്വത്തുള്ളത്, അതിൽ ആധാരം എത്ര കഴിഞ്ഞു, ആധാരം എത്ര കഴിഞ്ഞില്ല എന്നൊക്കെ ഒരാൾക്ക് തിട്ടമില്ലാണ്ടാവുന്നത് ഒന്നുകിൽ അയാൾക്ക് കണക്കറ്റ സ്വത്തുണ്ടാവണം, അല്ലെങ്കിൽ വസ്തു കച്ചവടം ഉണ്ടാവണം. ഇത് രണ്ടും ADGP അജിത് കുമാറിന് പറ്റുന്ന പണിയല്ല. അപ്പോൾ അതിൽ നിന്ന് കൃത്യമാണ്. ഇനിയിപ്പോൾ തെളിവില്ല എന്ന് റെജി ലൂക്കോസ് ആവർത്തിച്ച്, ഞാൻ ചോദിക്കട്ടെ, ഹിയർ ദ അതർ സൈഡ്, നാച്ചുറൽ ജസ്റ്റിസ് ആണല്ലോ ഈ പരാതി കൊടുത്ത PV അൻവറും ഈ കോടതിയെ സമീപിച്ച ഈ പറയുന്ന നാഗരാജ്, അവരെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പറയുന്ന ഈ ആരോപണങ്ങളെ നാഗരാജിനെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പറയുന്ന ഈ ആരോപണങ്ങളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അവിടെയാണ് സ്മൃതി രക്ഷപ്പെടാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. തുല്യം ചാർത്താൻ ആ രേഖയൊന്ന് മേശപ്പുറത്ത് വന്നു കിട്ടാൻ കേരളത്തിന്റെ പൊന്നു തമ്പുരാൻ കാത്തു നിൽക്കുകയായിരുന്നു എന്ന സംശയം ബലപ്പെടുന്നത് ഇവരാരും കേട്ടിട്ടില്ല. അവർ കേൾക്കാതെ തന്നെ അവർ പറഞ്ഞത് തെറ്റാണ്, ADGP അജിത് കുമാർ ഞങ്ങളുടെ മുൻപിൽ വന്നിരുന്ന് മൊഴിഞ്ഞതാകെ സത്യമാണ് എന്നിവർ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഞാൻ വീണ്ടും ആ രാഷ്ട്രീയ ചോദ്യം ആവർത്തിക്കാണ്. ഇത്രയധികം കളങ്കം താൻ ഈ ഭരണമേറ്റ ആദ്യ നാൾ മുതൽ തുടർന്നു വരുന്ന സംഘപരിവാറിനുള്ള വിധേയത്വം ഇത്ര പ്രകടമായ മറ്റൊരു സന്ദർഭമില്ലാതിരുന്നിട്ട് കൂടി ADGP അജിത് കുമാർ എന്ന വ്യക്തിയുടെ പേരിൽ സാക്ഷാൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ പൊളിറ്റിക്കൽ ക്രെഡൻഷ്യൽ 1% പോലും അവശേഷിക്കാത്ത വണ്ണം തകർന്നിട്ടുകൂടി ഒടുവിൽ ഒരു കോടതി പോലും നിങ്ങൾക്ക് എന്താണ് ഇതിൽ കാര്യം എന്ന് ചോദിച്ചിട്ട് കൂടി ADGP അജിത് കുമാറിനെ പിണറായി വിജയൻ സംരക്ഷിക്കുന്നുവെങ്കിൽ
എന്തുകൊണ്ട് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം ചെന്ന് നിൽക്കുന്നത് ഞാൻ പറഞ്ഞ കേരളം കണ്ട, തൃശ്ശൂരിനെ ഒറ്റുകൊടുത്ത, കേരളത്തെ മുഴുവൻ ഒറ്റുകൊടുക്കാനിരിക്കുന്ന പിണറായി വിജയൻ എന്ന നേതാവിന്റെ സംഘപരിവാർ ദാസ്യത്തിലാണ്. അവനവനെ കരുതി, അവനവന്റെ കുടുംബത്തെ കരുതി, പിണറായി വിജയൻ തന്റെ മക്കളെ കരുതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു രാഷ്ട്രീയ വഞ്ചനയുടെ പിന്നാമ്പുറത്തേക്ക് ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചെത്താൻ ഈ സംഭവം മതിയാകും. അതല്ലാത്തവർ മാണിസാറിനെതിരെ കേരള നിയമസഭയുടെ ബെഞ്ചിൽ ചാടി കയറിയത് വി ഡി സതീശനല്ലേ, കമ്പ്യൂട്ടർ തല്ലി പൊളിച്ചത് വി ടി ബലറാമല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കാം. അത് ശിവൻകുട്ടിയായിരുന്നു, അത് LDF ആയിരുന്നു എന്ന് കാണാൻ, ചിന്തിക്കാൻ, മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾ പണയം വെച്ചതുപോലെ AKG സെന്ററിൽ മുഴുവൻ മലയാളികളും പണയം വെച്ചിട്ടില്ല എന്ന് ഓർക്കുന്നത് നന്നാവും. ഞങ്ങളിപ്പോൾ രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ ധാർമ്മികത എന്ന വാക്കിൽ പിണറായി വിജയന് വിശ്വാസമുണ്ടോ? പക്ഷെ അതിൽ ബലം പോരാ എന്ന വിമർശനമുണ്ട്. ആത്മാർത്ഥതയാണോ നിങ്ങൾ രാജി ആവശ്യപ്പെടുന്നത് ഒരു വാർത്താക്കുറിപ്പിലാണ്. ബലം ഇന്നിപ്പോ പരാമർശം വന്നല്ലേ ഉള്ളൂ സ്മൃതി. ഈ വാർത്താക്കുറിപ്പ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. ബലം വരും ദിവസങ്ങളിൽ വന്നോളും, സമരങ്ങൾ ഉണ്ടായിക്കോളും, ഇതേക്കുറിച്ചുള്ള സംവാദങ്ങൾ നടന്നോളും. ഇതിൽ നിന്നും പിണറായി വിജയൻ എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോകുമെന്നോ കേരളത്തിന്റെ പ്രതിപക്ഷം അദ്ദേഹത്തെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ അനുവദിക്കുമെന്നോ സ്മൃതി നിങ്ങൾ വിചാരിക്കണം. നമ്മൾ ഇത് വന്നിട്ട് ഏതാനും മണിക്കൂറുകളല്ലേ ആയുള്ളൂ, കാത്തിരുന്നോളൂ. ശരി, പിണറായി വിജയൻ ഇതിന്റെ സമാധാനം കേരളത്തോട് പറയേണ്ടി വരും. അതില് സ്മൃതിക്ക് ഒരു സംശയവും വേണ്ട. VS ജിതിൻ ദേവ്, BJP പ്രതിനിധി ജിതിൻ ദേവ്, ഇപ്പോൾ RSSനും BJPക്കും മുഖ്യമന്ത്രിക്ക് ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുകയായിരുന്നു MR അജിത് കുമാർ എന്ന വിമർശനമാണ് നിരന്തരം കേട്ടിരുന്നത്. അപ്പോൾ MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ, സഹായിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ കോടതി പോലും പറയുകയാണ് ഇത് നിയമവിരുദ്ധമായ ഇടപെടലാണ് എന്ന്. ഇപ്പോൾ ഈ വിഷയത്തിൽ BJPക്ക് എന്താണ് ഔദ്യോഗികമായി പറയാനുള്ളത്? ഇവിടെ LDFിൻ്റെ പ്രതിനിധി ശ്രീ റെജി ലൂക്കോസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെ കോടതി ഒന്നും പറഞ്ഞിട്ടില്ല, എന്തൊക്കെയോ പരാമർശങ്ങളാണെന്നുള്ളത് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ചില കാര്യങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ റിപ്പോർട്ടിൻ്റെ 114 പേജുള്ള ആ റിപ്പോർട്ടിൻ്റെ പേജ് നമ്പർ 83 പോയിന്റ് നമ്പർ 76, വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ നിയന്ത്രിക്കുന്നത് സൂപ്പർ പവർ. കോടതി പറഞ്ഞൊരു വാചകം, ഒരു വ്യക്തിയെ രക്ഷിക്കാനായി മുഴുവൻ നിയമങ്ങളും ചവിട്ടി മതിച്ചു. പോയിന്റ് നമ്പർ 105. റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ അംഗീകാരം, അന്വേഷണത്തിൽ മുഖ്യമന്ത്രിക്ക് വിജിലൻസിൽ ഭരണത്തിലുള്ള അധികാരം മാത്രം. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് അന്വേഷണത്തിൽ റോളില്ല. ഒരാൾ കുറ്റം ചെയ്തോ എന്ന് തീരുമാനിക്കുന്നത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ അനുമതിയോടെയല്ല. ഇങ്ങനെ തുടങ്ങി അജിത് കുമാറിന് അനുകൂലമായ റിപ്പോർട്ടിന് പിന്നിൽ ഭരണഘടനാ പദവിയിലുള്ളവർ അന്വേഷണത്തിൽ ഇടപെട്ടതാകാം കാരണമെന്നും കോടതി പറഞ്ഞു വെക്കുന്നു. കൂടുതൽ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് 2 അർത്ഥം ഉണ്ടാകാം സ്മൃതി. ഇതിലേക്കൊന്നും പറഞ്ഞിട്ടും ഒരു കാര്യമില്ലെന്നൊരു അർത്ഥവും കൂടി അതിനുണ്ടാകാം. നോക്കൂ, ഇത്രമാത്രം ഒരു കോടതിക്ക് പറയാവുന്ന മാന്യമായ ഭാഷയിൽ കോടതി പറഞ്ഞു, നിങ്ങൾക്ക് രാജിവെച്ച് പുറത്തു പോയിക്കൂടെ, നിങ്ങൾ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നത് ശരിയല്ല, ഇത്തരത്തിലുള്ള അഴിമതിക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ഇതിൽ കൂടുതൽ ഒരു കോടതി എന്താണ് പറയേണ്ടത്? ഒരു നിമിഷം പോലും ആ അധികാരത്തിൽ തുടരാൻ യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ലാത്ത ആളായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാറിക്കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നവരുടെ ധാർമ്മികത നമ്മൾ പരിശോധിക്കണം. ഇവിടെ KPCC പ്രസിഡന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന്. പക്ഷേ അതിനുശേഷം തൊട്ടടുത്ത നിമിഷം തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നു, ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞാൽ മതിയെന്ന്. വേറൊരാൾ പറയുന്നു വിജിലൻസ് വകുപ്പ് ഒഴിഞ്ഞാൽ മതിയെന്ന്. ഇവർക്ക് തമ്മിൽ പോയി ഒരു ധാരണയില്ല. അപ്പൊ വെറുതെ ഇതിനകത്തേക്ക് RSSനെയും BJPയും വലിച്ചിട്ട് കാര്യമില്ല. ഇതെല്ലാം ഒരു കൊള്ളസംഘത്തിലെ പങ്കുകച്ചവടക്കാർ മാത്രമാണ്. അല്ലാതെ ഇതിനകത്ത് BJPക്കോ RSSനോ ഇതിനകത്ത് യാതൊരു റോളുമില്ല. പിന്നെ പറയാം, എപ്പോഴും പറയുന്ന പേരാണല്ലോ. എപ്പോഴും പറയുമ്പോൾ ഏത് കാര്യം പറഞ്ഞാലും അതിനകത്തൊരു RSSും BJPയും പറയുമ്പോൾ ഒരു സുഖം കിട്ടും. ആ സുഖത്തിനപ്പുറത്ത് വേറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ MR അജിത് കുമാർ. അങ്ങനെയാണല്ലോ ആദ്യ വിവാദം വരുന്നത്. RSS നേതാക്കന്മാർ സ്മൃതി, RSS നേതാക്കന്മാരെ കാണാൻ ധാരാളം ഉദ്യോഗസ്ഥർ വരാറുണ്ട്, മാധ്യമപ്രവർത്തകർ വരാറുണ്ട്, ധാരാളം ആൾക്കാർ വരാറുണ്ട്. മുൻകൂർ അനുവാദം വാങ്ങി വരുന്നവരെല്ലാം RSS നേതാക്കന്മാർ കാണാറുമുണ്ട്. അതിനകത്ത് ഇത് MR അജിത് കുമാറിനെ സംരക്ഷിച്ചിട്ട് RSSന് എന്ത് കിട്ടാനാണ്? ഈ MR അജിത് കുമാർ എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയന്റെ ടൂളാണ്. അതിനകത്ത് RSSന് എന്താണ് ബന്ധമുള്ളത്?
അല്ലാതെ RSSന്റെ നേതാവിനെ വന്ന് MR അജിത് കുമാർ കണ്ടതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പാലം പണിയനാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇത് വിശ്വസിക്കും? അരിയാഹാരം കഴിയുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? MR അജിത് കുമാറിനെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സംഘത്തിന്റെ ഒരു സർക്കാർ യുവാവ് മെനക്കെടേണ്ട യാതൊരു കാര്യമുണ്ട്? ഈ ഇത്രയും വലിയൊരു മഹാരാജ്യത്തിലെ അല്ലെങ്കിൽ ആ ഏറ്റവും വലിയൊരു സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതലയ്ക്ക് തരത്തിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ADGP കണ്ടാണോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്? ഇതൊക്കെ ചുമ്മാ വെറുതെ അങ്ങനെ RSSന് സ്വീകാര്യമായവർ ഇവിടെ പോലീസ് ഉന്നത സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട്, നേരത്തെയും അങ്ങനെയുണ്ട്. പിന്നീട് പൂർണ്ണമായും BJP-യിലേക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ റിട്ടയർ ആയതിനു ശേഷം. RSSന് എല്ലാവരും സ്വീകാര്യരാണ്. ശ്രീ സ്മിതി പരുത്തിക്കാടും RSSന് സ്വീകാര്യമാണ്. എല്ലാവരും RSS സ്വീകാര്യമാണ്. RSS ഈ ഭാരതനാട്ടിൽ ജീവിക്കുന്ന എല്ലാ ആൾക്കാരെയും ഈ മണ്ണിൽ ജനിച്ചു വളർന്ന മുഴുവൻ ആൾക്കാരെയും ഒരേ കണ്ണോടാണ് RSS കാണുന്നത്. അല്ലാതെ അതാണ് ജനസംഖ്യാനുപാതം ഒന്ന് എടുക്കാൻ പറയുന്നതുകൊണ്ടായിരിക്കും, എല്ലാവരും ഒരുപോലെ കാണുന്നതുകൊണ്ടായിരിക്കും. കേട്ടില്ല. ജനസംഖ്യാനുപാതം എടുക്കാൻ പറയുന്നത് എല്ലാവരും ഒരുപോലെ കാണുന്നതുകൊണ്ടായിരിക്കും. ജനസംഖ്യ അനുപാതം എടുക്കാൻ പറയുന്നതേ എല്ലാവരും ഒരുപോലെ കാണുന്നോണ്ടായിരിക്കും. എല്ലാവരും ഒരേപോലെ കാണുന്നുണ്ട്, ആരെയും മാറ്റി നിർത്തുന്നില്ലേ. നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളാൻ തയ്യാറാണ്. എല്ലാവരും ഒരേപോലെ കാണുന്നത്. ശരി PV അൻവർ എത്തിയിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ PV അൻവർ, കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങൾ മുഖ്യമന്ത്രി ഭരണഘടനാ വിരുദ്ധമായി തന്നെ ഇടപെട്ടിരിക്കുന്നു MR അജിത് കുമാറിന്റെ കാര്യത്തിൽ എന്നുള്ള ഗുരുതരമായ പരാമർശങ്ങളാണ് വരുന്നത്. CPM-ൽ നിന്ന് പ്രതികരണം വന്നിട്ടില്ല, CPM-ന്റെ പ്രതിനിധികളും ചർച്ചയ്ക്കില്ല. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ PV അൻവർ, MR അജിത് കുമാറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു തുടങ്ങിയത് അങ്ങാണ്. ഇന്നിപ്പോൾ കോടതിയും പറയുകയാണ് ഭരണഘടനാ വിരുദ്ധമായി അജിത് കുമാറിന് വേണ്ടി മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നു എന്ന്. അത് കേവലം ഒരു പരാമർശമല്ലേ, വിധിയല്ലല്ലോ എന്നാണ് ഇപ്പോൾ CPM-ന് വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുന്ന ശ്രീ റെജി ലൂക്കോസ് പറയുന്നത്. അങ്ങയുടെ പ്രതികരണം എന്താണ് ഈ കോടതിയുടെ പരാമർശങ്ങളോട്, വിമർശനങ്ങളോട്? കോടതിയുടെ പരാമർശം വളരെ വസ്തുതാപരമാണ്, സത്യസന്ധമാണ്. ബഹുമാനപ്പെട്ട ജഡ്ജിക്ക് തോന്നിയ ആ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഒബ്സർവേഷനാണ് അദ്ദേഹം അതിലെഴുതി വച്ചിരിക്കുന്നത്. അതിൽ വളരെ കൃത്യമായി അതിൻ്റെ സൂചന പോകുന്നത് നമുക്ക് കാണാൻ കഴിയുമല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് ഇന്ന് എനിക്ക് കിട്ടിയ വേണ്ടപ്പെട്ട ആളുകളിൽ നിന്ന് കിട്ടിയ ഒരു വിവരം, ആദ്യം ഈ റിപ്പോർട്ട് സ്മൃതി ഓർക്കുന്നുണ്ടാകും, SIT കൊടുത്ത വിജിലൻസ് റിപ്പോർട്ട് അന്ന് വിജിലൻസ് ഡയറക്ടർ ഒരു പ്രാവശ്യത്ത് മടക്കുകയുണ്ടായി. മടക്കിയതിന് ശേഷം രണ്ടാമത് കൊടുക്കുന്ന റിപ്പോർട്ടാണിത്. ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ ഓഫീസിൽ 3 പ്രാവശ്യം വെറ്റ് ചെയ്തതിന് ശേഷമാണ് കോടതിയിലേക്ക് കൊടുത്തതെന്ന് പറയുന്നത്. അതാരാ നിർദ്ദേശം കൊടുക്കുന്നത്? ഈ അജിത് കുമാർ തന്നെയാണ്. കോടതിയിൽ കൊടുക്കേണ്ട കുറ്റപത്രത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കുന്നത് ഈ കേസിൽ ആരോപിക്കപ്പെട്ട കുറ്റവാളിയായ അജിത് കുമാർ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇതിലെന്താ വേറെന്താ പറയാനുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കണം, എവിടെ എത്തി ഈ കേരള നാട്? ഇത് ജനങ്ങൾ കാണുകയല്ലേ. ഞാൻ ഒരൊറ്റ കാര്യം, ഒരു 2-3 കാര്യങ്ങൾ എനിക്ക് സ്മൃതിയോട് സൂചിപ്പിക്കാനുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇത് കേട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ ആ റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഞാൻ ഉയർത്തിയ വിഷയങ്ങളിൽ ഏതിലാണ് ഒരു കൃത്യമായ അന്വേഷണം നടന്നിട്ടുള്ളത്? ഒരൊറ്റ കാര്യമാണ് നമുക്ക് ആധികാരികമായിട്ട് അന്വേഷണ ഏജൻസിക്ക് കൊടുക്കാനും ഇപ്പോൾ കോടതിക്ക് അന്വേഷണ ഏജൻസി വഴി അത് വരാനുമുണ്ടായ സാധ്യത. അതെന്താണ്? അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം മാത്രമാണ്. അത് ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തതിൻ്റെ രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ ആധാരമാണ്. 33,80,000 കള്ളപ്പണം കൊടുത്ത് ഫ്ലാറ്റ് വാങ്ങുന്നു. 10ാമത്തെ ദിവസം 65 ലക്ഷത്തിന് ഇരട്ടി കാശിന് അദ്ദേഹം വെക്കുന്നു, അതും കള്ളപ്പണമായി സ്വീകരിക്കുന്നു. ഇതാണ് റെക്കോർഡിക്കലി കൊടുക്കാൻ കഴിഞ്ഞ ഏക കാര്യം. മറ്റതെല്ലാം ഞാൻ പറഞ്ഞ പരാതികൾ പോലീസാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. നിങ്ങൾ നോക്കൂ, മാമി കേസ് ഒരു പ്രധാന വിഷയമായിട്ട് ഞാനത് ഉന്നയിച്ചതായിരുന്നു. ഇപ്പോൾ ആ മാമി കേസ് അന്വേഷിച്ച പോലീസിൻ്റെ IG തന്നെ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം, അവർ തെളിവുകൾ എടുത്തില്ല, CCTV ദൃശ്യങ്ങൾ എടുത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ റിപ്പോർട്ട് കൊടുത്ത് 3 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇപ്പോൾ വേറൊരു ഭാഗത്ത് നടപടി വന്നിരിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് ഞാൻ എന്താ പറഞ്ഞിരുന്നത്? ഏകദേശം പോലീസ് 153ഓളം കേസുകൾ എയർപോർട്ടിൻ്റെ വെളിയിൽ നിന്ന് പിടിച്ചെടുത്ത് FIR ഇട്ടിട്ടുണ്ട്.
എന്നെ മൊഴിയെടുത്ത DIGയോട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഈ 100-150 വരുന്ന പ്രതികളിൽ നിന്ന് 50 ആളെ 25 ആളെ നിങ്ങൾ റാൻഡമായി വിളിക്കൂ. ഇവരെത്ര സ്വർണ്ണമാണ് കൊണ്ടുവന്നിരുന്നത്, എങ്ങനെയാണ് പോലീസ് പിടിക്കുന്നത്, പിടിച്ചിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോയത്, ഏത് തട്ടാനാണിത് പരിശോധിച്ചത്, ആരാണിത് തൂക്കിക്കണക്കാക്കിയത്, എത്രയാണ് കോടതിയിൽ കൊടുത്തത് എന്ന് നിങ്ങൾ റാൻഡമായി ഒന്ന് ചോദിക്കൂ. ഒരാളെ വിളിച്ച് അന്വേഷിച്ചതായിട്ട് അറിവില്ല. മാമി കേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതേപോലെ തന്നെ റിദാൻ ബാസിൽ കേസ് എടവണ്ണ SP സുജിത് ദാസുമായി ബന്ധപ്പെട്ട ഒരു മർഡറാണത്. കാരണം ഈ മരിച്ച റിദാൻ ബാസിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്താണ്. പോലീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഇൻഫോമറായിരുന്നു. ആ ഇൻഫോർമേഷൻ്റെ ഭാഗമായിട്ട് സുജിത് ദാസുമായിട്ട് അദ്ദേഹത്തിന് അടുത്ത ബന്ധങ്ങളുണ്ടായി. പിന്നെ ഈ റിദാൻ ബാസിലിനെ സുജിത് ദാസ് പല കള്ളക്കടത്ത് സംബന്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി. ഇതിൽ പലതും റിദാൻ ബാസിൽ ഷൂട്ട് ചെയ്ത് വെച്ചു. നാളെ ഒരു ആവശ്യം വന്നാൽ സുജിത് ദാസിൻ്റെ എതിരെ ഒരു തെളിവുകൾ കൊടുക്കേണ്ട ഒരു ഘട്ടം വന്നാൽ അത് ഉപയോഗിക്കാൻ റിദാൻ ബാസിൽ പലതും ഇദ്ദേഹത്തിൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്ത് വെച്ചു. ചില കമ്മ്യൂണിക്കേഷൻ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് വെച്ചു. ഈ വിവരം SP സുജിത് ദാസ് അറിയുന്നു. സുജിത് ദാസ് എന്ത് ചെയ്യുന്നു? ഈ ഫോൺ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘത്തെ അയക്കുന്നു റിദാൻ ബാസിലിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ റിദാൻ ബാസിലിൻ്റെ വീട്ടിൽ നിന്നും ഈ ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇവരുടെ സുഹൃത്തുക്കളായ ഒരു സംഘം തന്നെയാണ്, എതിരാളികളല്ല. ശരി, അങ്ങ് പലതവണയായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ശ്രീ PV അൻവർ. വിജിലൻസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഈ PV അൻവറിന്റെ മുഴുവൻ ആരോപണങ്ങളും വ്യാജമാണെന്നാണ് പറയുന്നത്. സ്വർണ്ണക്കടത്തിൽ അദ്ദേഹം നിരപരാധിയാണ് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ലീഗൽ അഡ്വൈസറുടെ ഒപ്പില്ലാതെ തയ്യാറാക്കിയ കുറ്റവിമുക്തരാക്കിയ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ആത്യന്തികമായി പരാതിക്കാരൻ, അങ്ങായിരുന്നില്ലല്ലോ പരാതിക്കാരനെ മൊഴിയെടുത്തിട്ടില്ല. കോടതിയിലേക്ക് പോയ പരാതിക്കാരനെ മൊഴിയെടുത്തിട്ടില്ല എന്ന വിവരമടക്കമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിലടക്കമാണ് കോടതി പറയുന്നു ഈ അന്വേഷണമേ തെറ്റാണെന്ന്. വിജിലൻസ് മാനുവലും സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളും അനുസരിച്ചിട്ടല്ല ഈ അന്വേഷണം നടന്നത് എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് കോടതി നടത്തുന്നത്. ശ്രീ PV അൻവർ, മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതല്ലേ? അല്ല അതിപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരട്ടെ, നാഗരാജ് വക്കീൽ പരാതി കൊടുത്ത് അദ്ദേഹത്തോട് മൊഴിയെടുത്തില്ല എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ഒന്നാമത്തെ വിഷയം, എൻ്റെ അടുത്ത് നിന്ന് പിന്നെ ഒരു മൊഴി എടുത്തിട്ടില്ലല്ലോ. എന്നോട് പിന്നെ ഈ അന്വേഷണവുമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യുന്നില്ലല്ലോ. നാഗരാജ് വക്കീൽ വിജിലൻസിൽ പരാതി കൊടുത്താൽ സ്വാഭാവികമായിട്ടും മൊഴിയെടുക്കേണ്ട ആ പോലീസ് എടുത്തില്ല. കോടതി അത് വളരെ സീരിയസ് ആയിട്ട് കാണുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഗവൺമെൻറ്, ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പ്രതിപക്ഷം അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് ആവുന്നില്ലല്ലോ. ശക്തമായി പറയണ്ടേ ഇത്? എന്താണ് പ്രതിപക്ഷത്തിന് ഇതിൽ ശക്തമായിട്ട്? ഇത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമല്ലേ? ഒരു ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതുപോലെയുള്ള ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ് എന്ന് പ്രത്യക്ഷമായി ഒരു കോടതിയിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് അതിനെ എതിർക്കുക മാത്രമാണോ പ്രതിപക്ഷം ചെയ്യേണ്ടത്? അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ? ആ പ്രശ്നങ്ങളെ കൃത്യമായി കണ്ടെത്തി ശക്തമായിട്ട് ഒരു ജനകീയ പ്രക്ഷോഭം കേരളത്തിൽ ഉയർന്നു വന്ന് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടേണ്ട ഈ ഘട്ടത്തിൽ പോലും ഈ ടെലിവിഷൻ ചാനലിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞാൽ മതിയോ? ശക്തമായി ഇടപെടണ്ടേ? അവിടെയാണ് ജനങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത്. ശരി, ഈ അന്വേഷണം തന്നെ തെറ്റാണ് എന്നുള്ള വലിയ പരാമർശങ്ങൾ ഉണ്ടായിട്ടും, അതാണ് ഞാൻ ഷിബു മീരാൻ അങ്ങയോട് നേരത്തെ ചോദിച്ചത്. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇന്നിപ്പോൾ ഒരു പ്രസ്താവനയുണ്ട്, ഒരു വാർത്താക്കുറിപ്പുണ്ട്, ഒരു വാർത്താ സമ്മേളനമുണ്ട്. ഇതിലപ്പുറം നിങ്ങൾ തെരുവിലിറങ്ങുന്നൊരു പ്രക്ഷോഭം, ഇപ്പോൾ KM മാണിയുടെ രാജിക്കായി ഇവിടെ നടന്ന പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. അതിനുശേഷം ഇപ്പോൾ ജലീലുമായി ബന്ധപ്പെട്ടാണെങ്കിലും നിങ്ങൾ കുറച്ചുകൂടി ശക്തമായ നിലപാടെടുത്തിരുന്നു, പ്രത്യേകിച്ച് ലീഗും ശക്തമായ നിലപാടെടുത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ കാര്യം വരുമ്പോൾ ഒരു ഒളിച്ചുകളിയുണ്ടോ എന്ന സംശയം തോന്നിയാൽ അതിനെ തെറ്റു പറയാൻ പറ്റുമോ? ഇതിൽ മുന്നണിയിൽ തന്നെ ഒരു ഏകാഭിപ്രായം, വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകണം എന്നൊരു തീരുമാനം ഉണ്ടായിട്ടില്ലേ? അതോ ഇനിയും സമയമുണ്ടല്ലോ, ദിവസമുണ്ടല്ലോ എന്നാണോ? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഷിബു മീരാൻ,
ഒരിക്കലുമില്ല സ്മൃതി. ഞാൻ പറഞ്ഞല്ലോ, ഇന്നും ഇന്നലെയുമായി നമ്മുടെ മുന്നിൽ ഡെവലപ്പായി വന്ന സംഗതികളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ KM മാണിയുടെ കാര്യത്തിൽ LDF നടത്തിയതുപോലെ ഒരു സമരം നടത്താനുള്ള തൊലിക്കട്ടി UDF ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, ഞാൻ സ്മൃതിയുടെ ഒരു രാഷ്ട്രീയമായ ചോദ്യമാണ്, അതിന് ഞാൻ രാഷ്ട്രീയമായി തന്നെ ഉത്തരം പറയുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പം നേരത്തെ തന്നെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ സമരങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് ഉയർത്തി കാണിച്ചുകൊണ്ട് ഇപ്പം നിയമസഭ ചേരുന്ന സന്ദർഭത്തിലും നിയമസഭയ്ക്ക് പുറത്തുമൊക്കെ ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് UDF നേതൃത്വം കൊടുക്കും എന്നതിലൊരു സംശയമില്ല. ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള എല്ലാ മേഖലകളിലും ഞങ്ങൾ നിരന്തരമായ സമരത്തിലാണ് കഴിഞ്ഞ 4 വർഷമായി തന്നെ ഉള്ളത്. ആ സമരങ്ങളുടെ സ്വഭാവം നേരത്തെ ഇടതുപക്ഷം സമരം ചെയ്തിരുന്നത് പോലത്തെ സ്വഭാവമല്ല എന്നേ ഉള്ളൂ. ശക്തമായ രാഷ്ട്രീയ സമരങ്ങൾ കേരളത്തിലുണ്ടാവും. കൂട്ടത്തിൽ ഒരൊറ്റ മിനിറ്റ് കൂടി സ്മൃതി, ഈ BJP നേതാവ് പറഞ്ഞൊരു കാര്യം, ഇപ്പം ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഗതികേട്, പിന്നെ ഞങ്ങളെല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് എന്നൊക്കെ BJPക്കാർ പറയുന്നത് നമുക്ക് കേട്ടിരിക്കേണ്ടി വരണം. ഇന്നലെ ഇപ്പോൾ സ്വാതന്ത്ര്യദിനാണല്ലോ, സ്മൃതി തന്നെ ചോദിച്ചു, അദ്ദേഹം ഒഴിഞ്ഞു മാറി. എന്ന് വെച്ചാൽ घुसपैठी आकर के मेरे देश के नौजवानों का रोज रोटी छीन रहा है. നുഴഞ്ഞുകയറ്റക്കാർ വന്ന് എൻ്റെ രാജ്യത്തിലെ ചെറുപ്പക്കാരുടെ തൊഴിൽ തട്ടിയെടുക്കുന്നു, എൻ്റെ സഹോദരിമാരെ നിശാന ബനാരഹാഹെ, അവർ ലക്ഷ്യം വെക്കുന്നു. കാരണം എന്താ? ഡെമോഗ്രഫി മാറിപ്പോയി. ഞാൻ ചോദിക്കട്ടെ, ഈ നുഴഞ്ഞുകയറ്റക്കാർ അതിർത്തി കടന്ന് വന്നിട്ടാണ് ഇവിടെ ഭൂരിപക്ഷമാകാൻ പോകുന്നതെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇനിയെങ്കിലും ഈ പണി നിർത്തിയിട്ട് വേറെ പണിക്ക് പോകണം. ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള മനുഷ്യന്മാരെക്കാൾ കൂടുതൽ മനുഷ്യന്മാർ പുറത്തുനിന്ന് വരുമെന്നാണെങ്കിൽ അതല്ലല്ലോ. ഈ രാജ്യത്തിനകത്ത മനുഷ്യരെയാണ് ഒരേപോലെ കാണുന്ന ഈ പ്രധാനമന്ത്രി പിന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. ഗുസ്പേഡിയ, നുഴഞ്ഞുകയറ്റക്കാർ എന്ന വാക്ക് അദ്ദേഹം പലവട്ടം ഉപയോഗിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ മുസൽമാൻ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ പറഞ്ഞ, ചെങ്കോട്ടയിൽ നിന്ന് പോലും വർഗീയത പറയാൻ മടിയില്ലാത്ത കൂട്ടരാണ് നിങ്ങൾ എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ നിങ്ങളെ ഇവിടുത്തെ പോലീസുകാരൻ കാണാൻ വന്നതാണ് ഞങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ സ്വഭാവമല്ല. ഈ വന്നവൻ പിണറായി വിജയന്റെ ആളായി പോയതാണ് ഇതിനകത്ത് ഞങ്ങളുടെ പ്രശ്നം. ശരി, ശ്രീ PV അൻവർ, ഇപ്പോൾ RSSുമായി ഉള്ള പാലം, RSSനും മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ BJP കേന്ദ്ര സർക്കാരുമായി മുഖ്യമന്ത്രിക്കുള്ള ഒരു പാലമായി വർത്തിക്കുകയായിരുന്നു അജിത് കുമാർ എന്നുള്ളതാണല്ലോ അങ്ങ് ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ RSS വിരുദ്ധ പരാമർശം മുഖ്യമന്ത്രി ശക്തമായി നടത്തുന്നു. ഇന്നലെ ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ട് RSS വെറുപ്പിൻ്റെയും വർഗീയതയുടെയും വിഴുപ്പ് പേറുകയാണ് എന്നതാണ്, സ്വാതന്ത്ര്യ സമരത്തിൽ ഒറ്റുകാരുടെ വേഷമാണ് അവർക്ക് എന്നുള്ള ശക്തമായ പ്രതികരണം മുഖ്യമന്ത്രി ഇന്ന് നടത്തുകയാണ്. മാത്രമല്ല, ഗവർണറുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ വിരുന്നിൽ പോയില്ല, അതുമായി ബന്ധപ്പെട്ടും ഒരു ശക്തമായ നിലപാടിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൽ എന്താണ് ഈ പറയുന്നതിൽ ഒരു പാകപ്പിഴയുണ്ടോ? ഇതിലൊരു പാകപ്പിഴയില്ല. ഇതാണ് മാനിപ്പുലേഷൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ CPM ലീഡർഷിപ്പും മുഖ്യമന്ത്രിയും RSSുമായുള്ള ബാന്ധവത്തെക്കുറിച്ചാണ്. അത് വളരെ ക്ലിയർ കട്ടായി, വളരെ ഓപ്പണായി കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പറയുന്ന വ്യക്തികളെ മുഖ്യമന്ത്രിയും പാർട്ടിയും പൂവിട്ട് പൂജിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പാർട്ടി ഓഫീസിൻ്റെ കളറ് പോലും എന്താ പറയുക മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു ഇവർ ഫാസിസ്റ്റ് അല്ല, ഒരു സെമി ഫാസിസ്റ്റ് ആണോ എന്ന് പോലും BJPയെ സംശയിക്കുന്നതായിട്ട് അടുത്ത കാലത്ത് CPMൻ്റെ ലീഡർഷിപ്പിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് വരികയാണ്. ഇതൊരു വലിയ ചർച്ചയായി നിൽക്കുകയാണ്. CPM RSS BJP ബാന്ധവം ഒരു പച്ചയായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന ചർച്ച കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുമ്പം അതിനൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യണം. അതിന് 2 സ്റ്റേറ്റ്മെൻറ്റ് സ്വാതന്ത്ര്യ സമര ദിനത്തിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായി? ഏറ്റവും വലിയ RSS വിരുദ്ധനാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് കണ്ടില്ലേ, സംസാരം കേട്ടില്ലേ? ഇങ്ങനെയൊക്കെ എത്ര കാലമായി ആളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന MR അജിത് കുമാർ പോലീസിൽ എടുത്തുകൊണ്ടിരുന്ന ജോലി എന്താ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയ വിഷയങ്ങളുണ്ടായിട്ട് എന്തിനാണ് ഈ വ്യക്തിയെ ഇപ്പോഴും പിണറായി വിജയൻ പേറുന്നത് എന്ന് ചോദിച്ചാൽ എന്താ അതിനുത്തരം? എന്തുത്തരമാണ് അതിന് നൽകാനുള്ളത്? മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസിൽ നിന്ന് മാറ്റിയല്ലോ. പോലീസിൽ നിന്ന് മാറ്റി കൊണ്ടുപോയിരുത്തിയ സ്ഥലമൊക്കെ നമുക്കറിയാം. അത് അതിലേറെ ശക്തമായി തിരിച്ച് കൊണ്ടുവരാനുള്ള ചർച്ചകളും നടന്നതാണ്. അതിലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയുടെ ഇങ്ങനെ ഒരു സ്ട്രൈക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അതിലൊന്ന് ചെറുതായിട്ട് ആടി ഒലഞ്ഞു നിൽക്കുകയാണ്. ആ ബഹുമാനപ്പെട്ട ജഡ്ജി ഇനി എത്ര കാലം ഈ കേസുമായി മുന്നോട്ട് പോകാൻ അവിടെ ഇരിക്കുമെന്ന കാര്യത്തിൽ പോലും എനിക്ക് സംശയമുള്ള വ്യക്തിയാണ് ഞാൻ.
അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്, സത്യസന്ധമായി കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതെവിടെ എത്തും നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെയുള്ള മാനിപ്പുലേഷൻസ് ആണ് ഈ എന്താ പറയാ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്കളെ പറ്റി എപ്പോഴും പറയുന്ന ഒരു ആരോപണം, താങ്കൾ എവിടെയാണ് തെളിവ് നൽകുന്നത്? താങ്കൾ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ താങ്കൾ അല്പം മുമ്പ് പറഞ്ഞ കാര്യം തന്നെ, ഇപ്പോൾ പി ശശിയുടെ ഓഫീസിൽ കൊണ്ടുപോയി MR അജിത് കുമാർ തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് അദ്ദേഹത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടായി വരുന്നത്. അത് 3 തവണ വെറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അങ്ങേക്ക് എവിടെ നിന്നാണ് ഈ തെളിവ്? അതെവിടെ? ആ രേഖ എവിടെയെന്ന് ചോദിക്കുമല്ലോ, അതിനെന്താണ് മറുപടി? അല്ല, ആ രേഖ അത് മറ്റേ അടൂർബാസി പറഞ്ഞ പോലെ രേഖ ഇവിടെ ഉണ്ടെന്ന് പറയേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഓരോന്നും വസ്തുതാപരമായി അതെ ശങ്കരാടി സോറി അപ്പോൾ നമുക്ക് രേഖ കൊണ്ടേ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ഈ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ രേഖകൾ ഉണ്ടാവുമോ? ആദ്യം അതല്ലേ ആലോചിക്കേണ്ടത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ കോടതി പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ അംഗീകരിക്കാൻ വരുന്നു. റിദാൻ മറ്റേ മാമി കേസ് പോലീസ് ഉദ്യോഗസ്ഥനെ റിപ്പോർട്ട് കൊടുക്കുന്നു, ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇതിൽ കള്ളക്കളി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു കാര്യം സ്മൃതി, ഈ മരമുറി കേസുണ്ടല്ലോ, ഈ മരം അന്ന് ലേലത്തിലെടുത്തിരുന്ന കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന 66 വയസ്സായ മനുഷ്യനെ ഈ കേസിൻ്റെ അന്വേഷണ ഭാഗമായിട്ട് മലപ്പുറം SP ഓഫീസിലേക്ക് വിളിച്ചിരുത്തി അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തി അദ്ദേഹത്തെ കൺഫ്യൂസ്ഡാക്കി പല ചോദ്യം. അപ്പോൾ പുള്ളി എന്താ പറഞ്ഞറിയോ? സാറേ, 1 കിലോമീറ്റർ അപ്പുറത്തല്ലേ പോലീസ് ക്യാമ്പ് ഓഫീസ്, ഞാൻ മുറിച്ച മരത്തിൻ്റെ കുറ്റി ഞാൻ കാണിച്ചു തരാം, എനിക്കറിയാം. അദ്ദേഹത്തെ കൊണ്ടുപോയില്ല, 1 കിലോമീറ്റർ അപ്പുറത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ കാണിച്ചു തരാം. അല്ലാതെ അതാ പറഞ്ഞത്, അതങ്ങനെയല്ലേ ഉണ്ടാവൂ. ആ സുജിത് ദാസ് എൻ്റെ കാല് പിടിക്കുന്ന സ്മൃതി നിങ്ങളൊക്കെ എത്ര പ്രാവശ്യം കേട്ടതാണ്. ഒരു മരം മുറിക്കാത്ത ഒരു IPS ഓഫീസർ, ഈ കള്ളത്തരം ചെയ്യാത്ത ഒരുത്തൻ, അതുപോലെ കാല് പിടിച്ചിട്ട് 30 കൊല്ലം നിങ്ങളുടെ അടിമയായി ഞാൻ നിൽക്കും, MLA പ്ലീസ്, MLA പ്ലീസ്, MLA പ്ലീസ്, ഒന്ന് പിൻവലിക്കുക പരാതി എന്ന് പറഞ്ഞ ആ പോലീസ് ഓഫീസർ മുറിച്ചു കൊണ്ടായ മരം, അതിനെ കുറ്റി ഞാൻ കാണിച്ചു തരാമെന്ന് സർക്കാർ ലേലത്തിലെടുത്ത വ്യക്തി പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് വരണ്ട, ഇത് എഴുതി പോയാൽ മതി. ഇങ്ങനെയല്ലേ അന്വേഷണം നടത്തിപ്പോയത്? പിന്നെ അൻവറിന് ഇനി എന്ത് തെളിവാണ് കൊണ്ടുവരാൻ പറ്റുക? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട പോലീസല്ലേ ഈ ചെയ്യുന്നത്. ആ അന്വേഷണമാണ് തെറ്റെന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിലാണ് ഗുരുതരമായ പരാമർശങ്ങൾ. ആ പരാമർശങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്ക് കേരള സമൂഹത്തിനോടുണ്ട്. സാധാരണഗതിയിൽ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരണം വരേണ്ടതാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്താത്തത്? അല്ല, സർക്കാർ ഉചിതമായ രീതിയിലുള്ള പ്രതികരണം നടത്തും. എനിക്ക് പറയാനുള്ളത്, എനിക്കിപ്പോൾ ഞാനൊരാളേ ഉള്ളൂ, അവർക്കൊക്കെ മറുപടി പറയണം, എങ്കിലും പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ബഹുമാനപ്പെട്ട PV അൻവർ ഉന്നയിച്ച ഏറ്റവും അതിഗുരുതരമായൊരു ആരോപണം ആ സമയത്ത് കേരളത്തിലെ മുസ്ലിം സമൂഹം തിങ്ങിപ്പാർക്കുന്നത്, ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹം ഭൂരിപക്ഷമുള്ള ജില്ലയായ മലപ്പുറം ജില്ലയെ മലപ്പുറം ഒരു ക്രിമിനൽ ജില്ലയായി ഏറ്റവും കൂടുതൽ കേസുകൾ ചാർജ് ചെയ്യുന്നു സുജിത് ദാസും MR അജിത് കുമാറും. അതിലൂടെ ദേശവ്യാപകമായിട്ട് തന്നെ ഈ ജില്ലയെ ഒരു തീവ്രവാദ ജില്ല അല്ലെങ്കിൽ കുറ്റവാളികളുടെ ജില്ലയായിട്ട് ചിത്രീകരിക്കാൻ പറ്റണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗുരുതരമായ ആരോപണം. ആ ആരോപണത്തിന് ശേഷം ആ ആരോപണത്തെക്കുറിച്ചുള്ള വിവരാവകാശ രേഖ പുറത്തു വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആരോപണം പർപ്പസ് ആയിരുന്നു എന്ന് പറഞ്ഞ് മനസ്സിലായി. കാരണം എന്തുകൊണ്ടാ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതും രജിസ്റ്റർ ചെയ്യുന്നതും തിരുവനന്തപുരം ജില്ലയിലാണ്, 1,26,000. മലപ്പുറം ജില്ല 9ാം സ്ഥാനത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്. രണ്ടാമതായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു ആരോപണത്തിനും അദ്ദേഹത്തിനൊരു തെളിവ് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ MR അജിത് കുമാറിനെ കുറിച്ച് കോടതി നിരീക്ഷിച്ചിരിക്കുന്ന റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു വീടിനെ സംബന്ധിച്ചുള്ളതാണ്, കവടയാറിൽ പണിയുന്നതിനെ കുറിച്ച്. അതിലും ബഹുമാനപ്പെട്ട PV അൻവറിന് ഒരു ആരോപണം കൊണ്ടുവരാൻ പറ്റിയില്ല. ഇവിടെ ഞാൻ മറുപടി പറയാൻ ഒത്തിരി ഉണ്ടെങ്കിലും എൻ്റെ സുഹൃത്ത് ഷിബു മീരാനും കൂടെ ഒരു മറുപടി പറഞ്ഞിട്ട് ഞാൻ ചോദ്യത്തിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞു CPM-ഉം മുഖ്യമന്ത്രിയും സംഘപരിവാറിന് വിധേയരാണ്, നാണക്കേടിൻ്റെ അധ്യായമാണ് രചിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഭയന്നിട്ടാണെന്നൊക്കെ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള കാര്യം, അങ്ങയുടെ പാർട്ടിയുടെ നേതൃത്വം ഈ നിമിഷമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ 7-8 ദിവസമായിട്ട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ കേരളത്തിലെ മാധ്യമങ്ങളെ കാണാറില്ല. അതിൻ്റെ കാരണത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല, അത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ഓരോ ദിവസവും നിങ്ങളെക്കുറിച്ച് പുറത്തു വരുന്നത്. നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിലും മുത്തലാഖ് ബില്ല് പാസ്സാക്കുന്ന സമയത്തും നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ 2 MP പാർലമെന്റിൽ നിന്ന് മുങ്ങി നിന്നില്ല? അപ്പോൾ അത് BJPയോടുള്ള വിധേയത്വം കൊണ്ടാണോ, അതോ ED-യെ ഭയന്നിട്ടാണോ, അതോ നിങ്ങൾക്ക് അവരുടെ ദാസ്യപ്പണി കോൺട്രാക്ട് എടുത്തുകൊണ്ടാണെന്നുള്ള മറുപടി ഷിബു വരാൻ പറയണം. എന്നിട്ടാട്ടെ പിണറായി വിജയനെ കുറിച്ച് നിങ്ങൾ ഇതിൽ പറയാം. പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്നലെ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടെന്തായിരുന്നറിയോ? ദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതായത് RSSന്റെ പിണിയാളെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിന്റെ ഗവർണർ
അറിയാമല്ലോ, അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇന്നലെ ഒരു വിരുന്ന് സൽക്കാരം അവിടെ ചായ സൽക്കാരം വൈകുന്നേരം അറേഞ്ച് ചെയ്തു. കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ സകല മന്ത്രിമാരെയും സകല ആളുകളെ പ്രതിപക്ഷ നേതാക്കളെ എല്ലാം വിളിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചു, ഞാൻ പങ്കെടുക്കുന്നില്ല, തീരുമാനമെടുത്തു. ഒറ്റ CPM നേതാവ് പരിപാടിയും പങ്കെടുത്തില്ല. അങ്ങനെ എന്തെങ്കിലും വിധേയത്തെ ഇവരോട് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു കോംപ്രമൈസിനുള്ള സമയമാണെന്ന് നിങ്ങൾ തന്നെ വർണ്ണിച്ച് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ആ മുഖ്യമന്ത്രി പോകാതിരുന്നത്? ആ മുഖ്യമന്ത്രി തൻ്റെ ഇടം കാണിച്ചിട്ടില്ലേ? ആ തൻ്റെ ഇടം കാണിക്കാനുള്ള നിങ്ങളുടെ മുട്ട് നേരെ നിൽക്കുമോ? നിങ്ങൾ വിറയ്ക്കും. ആ വിറയ്ക്കുന്നതിന്റെ അനുഭവങ്ങൾ ഒരുപാട് കേരളം കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്. നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ എന്തുകൊണ്ടാണ് ഈ കോടതി? ഞാനൊന്ന് മറുപടി പറയട്ടെ, എന്നോട് അധികം ചോദിച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ ഞാനൊന്ന് പുറത്തിരിക്കട്ടെ, എനിക്ക് സമയം തരണ്ടേ? എന്തുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, എനിക്കൊരു സമയം തരാതെ ഞാൻ ചോദിക്കട്ടെ. പ്രതിപക്ഷ നേതാവല്ലോ, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള റെക്കോർഡിട്ടുള്ള പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഇന്ന് ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് അഴകുഴപ്പത്തിന് മറുപടി പറഞ്ഞു. വേറെ ആരും ഒന്നും കണ്ടില്ല. പിന്നെ സണ്ണി ജോസഫ് സാറ് കാര്യമായി ഒരു പത്രസമ്മേളനം നടത്തി. അല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാജ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തല. കഴിഞ്ഞ 2016 മുതൽ 2021 വരെ. അതാ ഞാൻ പറഞ്ഞത്. ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ എവിടെയാ? നമുക്ക് ഓണക്കാലമായതുകൊണ്ട് കുറച്ച് ബ്രേക്കിന്റെ ഡ്യൂറേഷൻ കൂടുതൽ, അതുകൊണ്ടാണ് ഒന്ന് ദയവായി സഹകരിക്കുക. ഷിബുവീരൻ പെട്ടെന്ന് പറയൂ. ഗുരുതരമായ ആരോപണമാണ്. നിങ്ങളുടെ നേതാക്കൾ എവിടെ? ഒന്നുമില്ല. രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം വിളിച്ചിട്ട് 1 ലക്ഷം കള്ളവോട്ട് ചേർത്തതിനെ കുറിച്ച് പറഞ്ഞു. അന്ന് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ യോഗത്തിൽ എന്റെ നേതാക്കന്മാർ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പിന്തുണ കൊടുത്തു. അവിടെ വെള്ളമുണ്ടും വെള്ളക്കുപ്പായിട്ട് ഒരാൾ കൂടി ഉണ്ടായിരുന്നു, സഖാവ് MA ബേബി. ഈ പൊന്നു തമ്പുരാൻ പിണറായി വിജയൻ ഇതുവരെ വാ തുറന്നിട്ടുണ്ടോ? ഈ വോട്ട് കൊള്ളയെ കുറിച്ച്, BJP നടത്തുന്ന ഈ തട്ടിപ്പിനെ കുറിച്ച് വാ പൂട്ടി എങ്ങോട്ടാ ഒളിച്ചോടിയത്? ഇന്നലെ നിങ്ങൾ കുടിക്കാത്ത ചായയുടെ കണക്ക് വീട്ടിൽ പോയി പിന്നെ ബിരിയാണിയുടെ കണക്കാര് പറയും. ഈ 6 ഏക്കറുടെ കൂടെ ഇരുന്ന് കുടിച്ചു തീർത്ത ചായയുടെ കണക്ക് അപ്പൊ പറയും. അതൊന്നും കുടിച്ച ചായയുടെ കണക്ക്, കൊടുത്ത ബൊക്കയുടെ കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ടെന്നേ. അത് അതുകൊണ്ട് നിങ്ങൾ RSS വിരുദ്ധ പോരാട്ടത്തിന്റെ അപ്പോസ്റ്റലായിട്ട് പിണറായി വിജയൻ എടുക്കേണ്ട. ഈ രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച വോട്ട് കൊള്ള, നരേന്ദ്രമോദി 3ാം വട്ടം അധികാരത്തിലിരിക്കുന്ന വോട്ട് തട്ടിപ്പ് നടത്തിയിട്ടാണെന്ന് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ മുഴുവൻ പറയുമ്പോൾ ഒരു വരി പ്രസ്താവന പിണറായി വിജയൻ കേരളത്തിലെ മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞു. എന്തുകൊണ്ടാണ് പറയാത്ത? മൂപ്പര മൂക്കിന് താഴെയാണ് തൃശ്ശൂരിൽ BJP-കാരൻ കള്ളവോട്ട് ചേർത്ത് മുഖ്യമന്ത്രി അറിയാണ്ട് നടക്കോ? BLA-മാരോട് പറഞ്ഞതേ, ഉന്നത ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചാൽ നിങ്ങളത് തിരിഞ്ഞു നോക്കണ്ട. ആ കള്ളവോട്ട് സുരേഷ് ഗോപി CPM-ൽ നിന്ന് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള നേതാക്കളൊക്കെ ഉണ്ട്. തർക്കമില്ല. മുഖ്യമന്ത്രി എവിടെയെന്നാണ് ചോദ്യം? മുഖ്യമന്ത്രി പരാമർശം എവിടെയെന്നാണ് ചോദ്യം? അതല്ലേ പറഞ്ഞേ. എന്ത്? അല്ല, കേരളത്തിലെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും ഞങ്ങളുടെ MP-മാർ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രി ഞങ്ങളുടെ മുഖ്യമന്ത്രി CPM-ന്റെ മുഖ്യമന്ത്രിയാ. CPM നോമിനേറ്റ് ചെയ്ത കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാ. CPM എടുക്കുന്ന തീരുമാനം മുഖ്യമന്ത്രിയുടെ തീരുമാനം. ആരോപണം പറഞ്ഞാൽ മതി. നിങ്ങളെ ക്ഷണിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പോയില്ല രാഹുൽ ഗാന്ധിയോടൊപ്പം? പിണറായി നിങ്ങൾക്ക് ഉറപ്പുണ്ടായാൽ മതി. ഉറപ്പുണ്ടായാൽ മതി. CPM ആണെന്ന് ആവർത്തിച്ച് പറയുന്നു. ശരി, ജിതിൻ ദേവിലേക്ക് വരാം. ഇടവേളയ്ക്ക് ശേഷം ജിതിൻ ദേവ്, BJP മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നുണ്ടോ? ഉറപ്പായും എത്രയോ തവണ BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം, അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന ഒരു പ്രതിനിധിയാണ് മുസ്ലിം ലീഗ് വന്നിരിക്കുന്നത്. ഏത് ചോദ്യം ചോദിച്ചാലും അദ്ദേഹത്തിന് RSS, BJP, നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ടായിരുന്നു. സാർ, നിങ്ങൾ മനസ്സിലാക്കണം, 2011 സെൻസസ് നടത്തി ഈ രാജ്യത്ത് 2 കോടി നുഴഞ്ഞുകയറ്റക്കാരുണ്ടെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചത് UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്. ഞങ്ങൾ അതിനകത്ത് കുറെ അധികം ആൾക്കാരെ തിരിച്ചയച്ചിട്ടുണ്ട്. 2015 ഞങ്ങൾ ലാൻഡ് ബൗണ്ടറി കൊണ്ടുവന്ന ശേഷം ഈ നുഴഞ്ഞുകയറ്റം നടക്കുന്നില്ല. 2500 പേര് 2021 ഞങ്ങൾ തിരിച്ചയച്ചു. ഇപ്പൊ ആകെ നുഴഞ്ഞു കയറുന്ന അസം, ത്രിപുര എല്ലാം കഴിഞ്ഞു. ഇപ്പൊ ആകെ നുഴഞ്ഞു കയറുന്ന നിങ്ങളുടെ തന്നെ സഖ്യകക്ഷിയായി ഇരിക്കുന്ന
പശ്ചിമ ബംഗാളിലൂടെയാണ്. നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല, ഞങ്ങൾ അതെല്ലാം പരിഹരിച്ചോളാം. വൈകാതെ ഞങ്ങൾ അവിടെ അധികാരത്തിൽ വരും, അപ്പൊ ഞങ്ങൾ അതും പരിഹരിക്കും. അതുകൊണ്ട് അങ്ങിങ്ങനെ എന്ത് ചോദിച്ചാലും BJP RSS എന്ന് പറയും. നിങ്ങൾക്ക് പിണറായി വിജയനെതിരെ പറയാൻ പേടിയാണ്. നിങ്ങൾ ശ്രീ പിണറായി വിലാസം കൊള്ള സംഘത്തിൽ അംഗത്വം എടുക്കാനായിട്ട് അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ പറയാൻ പേടിയില്ല. നിങ്ങൾ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ അംഗത്വം എടുക്കും. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് അപേക്ഷ നിങ്ങൾ പിണറായി വിജയനെതിരെയല്ലേ പറഞ്ഞത്? പിണറായി വിജയൻ ഇവിടെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വലിയ ഒരു ക്രമക്കേട് തെളിവ് പുറത്തുവിട്ടിട്ട് മിണ്ടിയില്ല എന്നല്ലേ ഇപ്പോൾ പറഞ്ഞത്? അഡ്വക്കേറ്റ് ഷിബു ബീരാന് അപ്പുറത്ത് പിണറായി വിജയനെതിരെയുള്ള ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ശ്രീ റെനി ലൂക്കോസ് ചോദിച്ചാൽ കഴിഞ്ഞ 5 മാസങ്ങളിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് എവിടെയെങ്കിലും മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഇതുവരെ മിണ്ടാട്ടമില്ല. പ്രതിപക്ഷം പ്രസ്താവനയിലൂടെയും വാർത്താ സമ്മേളനത്തോടെയും ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് നോക്കാം നാളെ ഈ ദിവസം എത്രത്തോളം ചൂടുപിടിക്കുന്നു, പ്രതിപക്ഷം വിഷയം എത്രത്തോളം ഏറ്റെടുക്കുന്നു. സൂചിപ്പിച്ചില്ലേ? നമ്മുടെ സമയം കഴിയുകയാണ്. വളരെ നന്ദി ശ്രീ PV അൻവർ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, റിജി ലൂക്കോസ്, VS ജിതിൻ ദേവ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.